NCERT ഫിസിക്സ് ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഭയങ്കര ബോറിങ്. പണ്ടത്തെ ബുക്ക് 10ാം ക്ലാസ്സിലെ ബുക്കിൽ കുറച്ച് ഫോട്ടോ ഉണ്ട്, ഡോലു ബോലു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അതും കൂടി ഇല്ല. അപ്പം അത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? കുറഞ്ഞത് വായിക്കാൻ തന്നെ ബോറിംഗ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും അല്ലേ? ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആ NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്നും തൊട്ടിട്ടില്ല. സെയിം. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറയുകയാണെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അത് അന്ന് കുറച്ച് നോക്കിയിരുന്നെങ്കിൽ എൻ്റെ മൊത്തം പ്രോസസ്സ് മാർക്ക് ചിലപ്പോൾ കൂടുതലും കിട്ടുന്നില്ല, പക്ഷെ എൻ്റെ പണി കുറച്ചുകൂടി സിമ്പിളായി കിട്ടിയാണ്. ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ള അഡ്വൈസ്, നിങ്ങൾ ചാടി കയറി NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുക. അതിനുശേഷം നമ്മുടെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, PYQ ചെയ്യണം, പിന്നെ നമ്മൾ NCERT മാർക്ക് ചെയ്ത് തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം കഷ്ടപ്പെട്ട് ചെയ്യേണ്ടത് ഇത് ചെയ്താൽ മതി ആദ്യം. ഫിസിക്സ് ഒരിക്കലും NCERT എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകരുത്. കാരണം അതിലിപ്പോൾ ഫിസിക്സിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 3-4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എങ്ങനെ നോക്കിയാലും ഈ ബോർഡ് എക്സാമിൽ വരാൻ പറ്റുന്ന ലെവൽ. ബാക്കിയുള്ള 6-7 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഭയങ്കര ലെവൽ കൂടിയാണ്. അപ്പോൾ അത്ര ആയില്ല. പിന്നെ എക്സാമിനറുടെ ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഐഡിയ കിട്ടുമോ ചാപ്റ്ററിനെ പറ്റിയിട്ട്. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിലല്ല, എന്നിട്ട് നിങ്ങളൊരു 95 മുകളിലൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും NCERT വായിക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ അതിൽ എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരു 80% മനസ്സിലാവും, അത് മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗുണം ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്.